ഹായ് എല്ലാവർക്കും ടെസ്റ്റിംഗ് ബഡിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കാണ് നമ്മൾ ടെസ്റ്റിംഗ് ബഡി എന്ന ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. IT ഫീൽഡിൽ വളരെയധികം തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. അപ്പോൾ മലയാളത്തിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് മലയാളത്തിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽസ് അവർക്ക് ഓൺലൈനായിട്ട് പഠിക്കാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് ബഡി എന്നുള്ളൊരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന കരിയറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും ഇതൊരു എനി ഡിഗ്രി കോഴ്സാണ്. ഏത് ഗ്രാജുവേറ്റ്സായി ആർക്കും ചെയ്യാവുന്നൊരു കോഴ്സാണ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്നുള്ള കരിയറിലേക്ക് കടക്കാൻ പറ്റും. സർട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ കൊച്ചിയിൽ കിൻലേൺ IT സർവീസ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ടാണ് നമ്മുടെ മദർ കമ്പനി വരുന്നത്. അപ്പോൾ അതുമായി ടൈപ്പ് ചെയ്തിട്ടാണ് നമുക്ക് സർട്ടിഫിക്കേഷൻ തരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെസ്റ്റിംഗ് ബഡി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളിപ്പോൾ ഇൻട്രോ വീഡിയോസാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കൂടുതലായിട്ട് ഓരോ ടോപ്പിക്കുകളിൽ നമ്മൾ മാനുവൽ ടെസ്റ്റിംഗ്, ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്, ബഗ് ട്രാക്കിംഗ് ടൂൾസ്, റെഡ്മൈൻ, ജിറ ഓരോ ടൂൾസായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്നുള്ള ഒരു ജോബിലേക്ക് ഈസി ആയിട്ട് കടക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് എല്ലാ ഇൻ്റർവ്യൂവിലും വരുന്ന ഒരു ഇതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്. ചില ഇൻ്റർവ്യൂകളിൽ ചോദിക്കും വാട്ട് ഈസ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പ്രിൻസിപ്പിൾ എന്തൊക്കെയാണെന്ന്. മെയിനായിട്ട് 7 പോയിന്റ്സ് ആണ് ഉള്ളത്. നമ്മൾ ഓരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് പോയിന്റ് ഈസ് ടെസ്റ്റിംഗ് ഷോസ് പ്രസൻസ് ഓഫ് ഡിഫക്റ്റ്. അതായത് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഡിഫക്റ്റ് ആണ് കാണിക്കുക. അതായത് നമ്മളൊരു കാര്യം ടെസ്റ്റ് ചെയ്താൽ എന്തൊക്കെ എറർ ഇല്ല എന്നുള്ളതല്ല, എന്തൊക്കെ ബഗ്സ് എന്ന് പറഞ്ഞാൽ എറർ, തെറ്റുകൾ, എന്തൊക്കെ ബഗ്സ് ഇല്ല എന്നുള്ളതല്ല നമ്മൾ അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യണത്. എന്തൊക്കെ എററുകൾ ഉണ്ട്, ആ ഡിഫക്റ്റുകളുടെ പ്രസൻസുമെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും അത് കാണിക്കുക, ഡിസ്പ്ലേ ചെയ്യുക, അതായിരിക്കും. ഓക്കെ, അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, എക്സോസ്റ്റീവ് ടെസ്റ്റിംഗ് ഈസ് ഇമ്പോസിബിൾ. എക്സോസ്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റീവായിട്ട് ടെസ്റ്റ് ചെയ്യാം. അതായത് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിലിപ്പോൾ ഒരു ഏജ് കൊടുക്കുന്ന ഒരു എക്സാം, ഒരു റെയിൽവേയുടെ എക്സാമിൻ്റെ ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ അതിൽ ഏജ് കൊടുക്കുന്ന ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ അതിലിപ്പോൾ നമ്മൾ ഏജ് ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും 25 എന്നെങ്ങാനും. 18 മുതൽ 25 വരെയാണ് ഏജ് ലിമിറ്റ് എങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ 26ഉം ഈ 25ൻ്റെ മേലെയുള്ളതും 18ൻ്റെ താഴെയും കൊടുത്തു നോക്കും. പക്ഷേ നമുക്ക് 25ൻ്റെ മേലെ കുറേ സംഖ്യകളുണ്ട്, ഇൻഫിനിറ്റ് ആയിട്ട് സംഖ്യകളുണ്ട്, എല്ലാം കൊടുത്തു നോക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാം കൊടുത്തു നോക്കി ടെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എക്സോസ്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുക. അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പം നമുക്കൊരു പരിധിയുണ്ട്. എല്ലാ ഇൻപുട്ടും എല്ലാ ഏജും കൊടുത്ത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ടൈം കുറേ പോകും. അപ്പം അങ്ങനെ എക്സോസ്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ പോസിബിളായ ഇൻപുട്സും വാലിഡും ഇൻവാലിഡും ആയിട്ടുള്ള എല്ലാ ഇൻപുട്സും കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എക്സോസ്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയാം. അത് പോസിബിൾ അല്ല, അത്രയും ടൈമും കിട്ടില്ല, അത് ഒരു ആപ്ലിക്കേഷനിൽ നടക്കില്ല. അതുകൊണ്ടാണ് എക്സോസ്റ്റീവ് ടെസ്റ്റിംഗ് ഇസ് ഇമ്പോസിബിൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. അത് നമ്മൾ മനസ്സിലാക്കി അംഗീകരിക്കണം, അത്രേ ഉള്ളൂ. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഏർലി ടെസ്റ്റിംഗ്. ഏർലി ടെസ്റ്റിംഗ് പറഞ്ഞില്ല. ഏർലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തുടക്കം തന്നെ. ആ ഏർലി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആപ്ലിക്കേഷൻ്റെ ഡെവലപ്പിങ്ങിൻ്റെ തുടക്കം തന്നെ ടെസ്റ്റ് ചെയ്ത് തുടക്കം തന്നെ ഒരു ബഗ് ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്. അതായത് നമ്മളൊരു തെറ്റ് എത്രയും നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് തിരുത്താൻ എളുപ്പമാണല്ലോ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് ഏർലി ടെസ്റ്റിംഗ് എന്നുള്ള പോയിന്റ്. ഇതൊക്കെ വളരെ തിയററ്റിക്കൽ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തിയറി പാർട്ടാണ് ഇതിൽ വരുന്നത്. പക്ഷേ ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ 7 പോയിന്റ്സും പറയണമെന്നില്ലെങ്കിലും ഒരു 1 to 3 3-4 പോയിന്റെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം നല്ലതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് പറയാം. ഡിഫക്റ്റ് ക്ലസ്റ്ററിങ്. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടം എന്നുള്ള ഒരു അർത്ഥമാണ്. ഡിഫക്റ്റ് ക്ലസ്റ്ററിങ് അതായത് നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും അതിൽ ഡിഫക്ട്സ് ക്ലസ്റ്ററായിട്ട് വരാനുള്ള സാധ്യത, പോസിബിലിറ്റി കൂടുതലാണ്. അത് നമുക്കറിയാം. എന്തും ഏതെങ്കിലും ഒരു ബഗ്ഗുള്ള തൊട്ടടുത്ത് തന്നെ വേറെ ബഗ് ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട ബഗ്ഗുകൾ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ബഗ്സ് ക്ലസ്റ്റർ കൂട്ടമായിട്ട് കാണാനുള്ള സാധ്യത. അപ്പോൾ നമ്മളൊരു ബഗ് കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ടതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് ഡിഫക്റ്റ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. അതായത് ഡിഫക്റ്റ് ക്ലസ്റ്റേഴ്സ് കൂട്ടമായിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. അതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് പറയണം.
അടുത്ത പോയിന്റ് പെസ്റ്റിസൈഡ് പാരഡോക്സ്. ഇത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. വളരെയധികം ഇൻ്റർവ്യൂകളിൽ കൂടുതൽ ഇത് സ്പെസിഫിക് ആയിട്ട് ഈ പോയിന്റ് മാത്രമായിട്ടാണ് ചോദിക്കാറ്. നമുക്കറിയാം പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ കീടനാശിനിയാണ്. പെസ്റ്റിസൈഡ് പാരഡോക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കീടനാശിനി കേസിലാണെങ്കിൽ കൊതുകുതിരിയുടെ കേസിലൊക്കെ നമുക്കറിയാം. അത് നമ്മൾ ഒരു കൊതുകുതിരിയോ കീടനാശിനി ഉപയോഗിച്ചാൽ ആദ്യം ആ കീടങ്ങൾ ചത്തുപോകും. പക്ഷേ വീണ്ടും നമ്മൾ അടുത്തൊരു വർഷമോ പിന്നീട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ കീടനാശിനിനെ ഉപയോഗിച്ച് അവർ ചാവണമെന്നില്ല. കാരണം എന്താ, കീടങ്ങൾ അതിനെ അതിജീവിക്കാനുള്ള കഴിവ് നേടും. അപ്പോൾ നമ്മൾ ആ കീടനാശിനിയുടെ പവർ ഡോസ് കൂടേണ്ടി വരും, എന്നാലും അവർ ചാവുള്ളൂ. അതുപോലെ തന്നെയാണ് ടെസ്റ്റിങ്ങിലും. എന്താണ്, നമ്മളൊരു ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് ടെസ്റ്റ് കേസ് എഴുതി ഒരു ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ടാക്കി അത് വെച്ച് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ബഗ് കണ്ടുപിടിച്ചില്ലെങ്കിൽ വീണ്ടും ആ ടെസ്റ്റ് കേസും ആ ടെസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ച് വീണ്ടും ടെസ്റ്റ് ചെയ്തുകൊണ്ട് കിട്ടണമെന്നില്ല. കാരണം എന്താ, അതുകൊണ്ട് ആ ആപ്ലിക്കേഷൻ നമുക്ക് എറർ കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് അതിജീവിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതന്നെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടെസ്റ്റ് കേസിൻ്റെ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് മെത്തേഡിൻ്റെ പവർ കൂട്ടണം, അല്ലെങ്കിൽ ഡോസ് കൂട്ടണം. എന്ത് ചെയ്യണം, അത് മാറ്റണം. നമ്മുടെ ടെസ്റ്റ് കേസ് ടെസ്റ്റിംഗ് മെത്തേഡ് അപ്ഡേറ്റ് ചെയ്യണം, മോഡിഫൈ ചെയ്യണം. അതിനാണ് പെസ്റ്റിസൈഡ് പാരഡോക്സ് എന്ന് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിന്റാണ്. ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പ്രിൻസിപ്പിളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാവുന്ന പോയിന്റാണ് പെസ്റ്റിസൈഡ് പാരഡോക്സ്. അടുത്ത പോയിന്റാണ് ടെസ്റ്റിംഗ് ഈസ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻറ്റ്. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സന്ദർഭം, ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സന്ദർഭവുമായി ബന്ധപ്പെട്ടാണ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ നമുക്ക് 2 വെബ്സൈറ്റുകളുണ്ട്. വെബ്സൈറ്റ് ടെസ്റ്റ് ചെയ്യണതിൻ്റെ മെത്തേഡൊക്കെ സെയിം തന്നെയാണ്. 2 വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ, ഒന്ന് ആമസോണിൻ്റെ വെബ്സൈറ്റും ഒന്ന് HDFCയുടെ ബാങ്കിങ് വെബ്സൈറ്റും. രണ്ടും നോക്കുമ്പോൾ വെബ്സൈറ്റാണ്. പക്ഷേ എന്താ, നമ്മൾ ടെസ്റ്റ് ചെയ്യണ കോണ്ടെക്സ്റ്റ് വ്യത്യാസം വരും. എന്താ, ആമസോൺ എന്ന് പറഞ്ഞ ഒരു പർച്ചേസ് ചെയ്യണ ഒരു വെബ്സൈറ്റാണ്, ഇ കോമേഴ്സ് വെബ്സൈറ്റാണ്. അതിന് ഇമ്പോർട്ടൻ്റ് എന്താ, അതിൽ സ്റ്റൈല്, ഭംഗി, അതിൻ്റെ ആനിമേഷൻ, ഓരോ പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യുക, അതിനൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റ് നോക്കിയിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യുക. പക്ഷേ HDFCക്ക് അവിടെയല്ല. അവിടെ ഭംഗിക്കോ കാര്യങ്ങൾക്കോ സ്റ്റൈലിനോ പ്രസൻറ്റേഷനോ അല്ല ഇമ്പോർട്ടൻറ്റ്. അവിടെ എന്താണ്, അതൊരു ബാങ്കിങ് വെബ്സൈറ്റാണ്. അവിടെ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടോ, എത്രത്തോളം ഫാസ്റ്റാണ്, എത്രത്തോളം സെക്യൂർ ആണെന്ന് നോക്കുക. അപ്പോൾ ഒരു HDFCയുടെ വെബ്സൈറ്റ് ആ ഒരു കോണ്ടെക്സ്റ്റിൽ ടെസ്റ്റ് ചെയ്യണേ. ആമസോണിൻ്റെ വെബ്സൈറ്റ് നമ്മൾ വേറെ സ്റ്റൈലും കാര്യങ്ങളും ഭംഗിയും അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ രണ്ടും വെബ്സൈറ്റ് ആണെങ്കിലും രണ്ടും ടെസ്റ്റ് ചെയ്യണ കോണ്ടെക്സ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് എറർ ഫാലസി. അതായത് ഒരു ആപ്ലിക്കേഷനെ ആബ്സെൻസ് ഒന്നും ഇല്ലാണ്ടിരിക്കുക, അതായത് ബഗ് ഫ്രീ, ഡിഫക്റ്റ് ഫ്രീ ആവുക എന്നുള്ളത് ഒരു ഇമാജിനറി കൺസെപ്റ്റാണ്, റിയാലിറ്റി അല്ല. യാഥാർത്ഥ്യത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. കാരണം എന്താ, നമ്മൾ മുമ്പ് പറഞ്ഞ പോയിന്റായിട്ട് ഇത് കണക്ട് ചെയ്യണം. അതായത് എക്സോസ്റ്റീവ് ടെസ്റ്റിംഗ് ഈസ് ഇമ്പോസിബിൾ. അതായത് ഒരു ആപ്ലിക്കേഷന് പോസിബിളായ എല്ലാ ഇൻപുട്ടും കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ എല്ലാ ഇൻപുട്ടും കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ആ ആപ്ലിക്കേഷനിലെ എറർ ഫ്രീ ആണെന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു തിയററ്റിക്കലി നമുക്ക് പറയുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ 100% എറർ ഫ്രീ ആണെന്ന് ഒരിക്കലും നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല. ആ ഒരു പോയിന്റാണ് നമ്മൾ ആബ്സെൻസ് ഓഫ് എറർ ഫാലസി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. 7 പോയിന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് നമ്മൾ പറഞ്ഞ പെസ്റ്റിസൈഡ് പാരഡോക്സ്, അത് ഓർത്ത് വയ്ക്കുക. പിന്നെ എക്സോസ്റ്റീവ് ടെസ്റ്റിംഗ് ഈസ് ഇമ്പോസിബിൾ, ആ പോയിന്റുമാണ് കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. വീഡിയോ ഇത്തിരി ലെങ്തി ആണെന്ന് അറിയാം. അതായത് 7 പോയിന്റ് ഉണ്ട്. നമ്മളിപ്പോൾ 7 പോയിന്റും ഓർത്ത് വെച്ച് പറയണമെന്നില്ല ഇൻ്റർവ്യൂവിനെ. മിക്കവാറും ചോദിക്കുക പെസ്റ്റിസൈഡ് പാരഡോക്സോ എക്സോസ്റ്റീവ് ടെസ്റ്റിങ്ങോ ആവും ചോദിക്കുക. എന്തായാലും ഒരു 3-4 പോയിന്റ് നിങ്ങൾ മനസ്സിൽ വെക്കണം, നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഒരു ഇൻ്റർവ്യൂവിന് പ്രിൻസിപ്പിൾ ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്നുള്ളൊരു ചോദ്യം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങും IT മേഖലയിലേക്കും കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്തവർക്കും അല്ലാത്തവർക്കും, എനി ഡിഗ്രി ആയിട്ടുള്ള സ്റ്റുഡൻസ്, എനി ഗ്രാജുവേറ്റ്സിനും ചെയ്യാവുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുക. നന്നായി വീഡിയോസ് റിപ്പീറ്റ് ചെയ്ത് കാണുക, അപ്പോൾ മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.